ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സൂറത്ത് മറിയം 76 മുതൽ 80 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വയസീദുല്ലാഹു ഇതിൽ അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. എന്നാൽ ലാമിൻ്റെ മഖ്റജിൽ ഒരു മാറ്റവും വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും തെറ്റായി ഈ പദം ലാമിനെ, അതായത് നാവ് മുൻപല്ലുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന തെറ്റായ രീതിയുണ്ട്. അത് മാറ്റേണ്ടതാണ്. ലാമാണ്, യാതൊരു വ്യത്യാസവുമില്ല. ലാമ് മേലെ മോണയോട് ചേർത്ത് നാവിൻ്റെ അറ്റം ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണല്ലോ, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതിന് തഫ്ഹീം കൊടുത്താൽ മതി. വയസീദുല്ലാഹു الذين اهتدوا ويزيد الله الذين اهتدوا ഹാ ലൂസാക്കി ആയോടുകൂടി ഉച്ചരിക്കണം. അതോടൊപ്പം മഹ്മൂസായ അക്ഷരവുമാണ്, റഖാവത്തിൻ്റെ അക്ഷരമാണ്. ഇഹ്തദൗ ശബ്ദത്തിൻ്റെ ആ ഒഴുക്കാണ് റഖാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയസീദുല്ലാഹു الذين اهتدوا ഹുദാ എല്ലാ അക്ഷരങ്ങൾക്കും അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാം ഒഴികെ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എന്നത് ശ്രദ്ധിക്കുക. വൽബാഖിയാതു ഖാഫ് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം, കസ്റായതുകൊണ്ട് ഇസ്തിഫാലിൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. എന്നാൽ തന്നെയും വൽബാഖിയാതു സ്വാലിഹാതു സാ എന്ന് പറയുമ്പോൾ സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കുക. ഇസ്തിഫാലിൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ എന്ന് പറയുമ്പോൾ ഖാഹിനും റായിനും തഫ്ഖീമാണ്. ഖാഹിന് ഇസ്തിഫാലിൻ്റെ അക്ഷരമായതുകൊണ്ട് റായിന് തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭമാണ്, ദമ്മുള്ളതുകൊണ്ട്. അപ്പോൾ ഖൈറുൻ ഇൻദ റബ്ബിക് തൻവീൻ ഐനിന് മുമ്പിലാണ് വരുന്നത്. ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖൈറുൻ ഇൻദ ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ദാലുമുണ്ട്. ഇഖ്ഫാ ഹഖീഖിയാണ്, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക ثوابا وخير مردا ثوابا അവിടെ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗംബിഗുന്ന നാഖിസാണ്. ثوابا വീണ്ടും ഖൈറുൻ എന്ന പദം ആവർത്തിക്കുന്നു. റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. وخير مرد തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. റായിന് തഫ്ഖീമാണ്, ശ്രദ്ധിച്ചുച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. മറദ്ദ എന്ന് പറയുമ്പോൾ മീമിൽ തഫ്ഖീമില്ല, റായിന് ശേഷമുള്ള ദാലിനും തഫ്ഖീമില്ല, തർക്കീഖാണ് എല്ലാറ്റിനും. എന്നാൽ റായിന് മാത്രമാണ് തഫ്ഖീം. മറദ്ദ വഖൈറും മറദ്ദ എല്ലാ ഹർഫുകളും അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ആവർത്തിച്ച് വാവുകൾ വരുന്നുണ്ട്. വാവ് 2 ചുണ്ടുകളാണ്. അതുപോലെ മറ്റക്ഷരങ്ങളൊക്കെയും അതായത് മഖ്റജുകളിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കുക. അതിൻ്റെ എല്ലാ സിഫാത്തുകളും പൂർത്തിയാക്കി നൽകുക. റായിന് മാത്രമാണ് ഈ പദത്തിൽ തഫ്ഖീമുള്ളത്, തടിപ്പിക്കേണ്ടത്. മറ്റക്ഷരങ്ങളെ തർക്കീഖ് ചെയ്യണം. ഇതിലും റായിന് മാത്രമാണ് തഫ്ഖീം എന്നത് ശ്രദ്ധിക്കുക. أفرأيت الذي كفر بآياتنا وقال എന്ന് പറയുമ്പോൾ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് ഖാഫ്. وقال لأوتين مالا وولدا
ലഊതയന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മാലൻ വ തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിക്കുക. ഇത് ബിഗുന്ന. മാലൻ വവലദ വവലദ വാവുകൾ സൂചിപ്പിച്ചു. രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ വരണം. വ്യക്തമായി എല്ലാ ഹർഫും മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. اطلع الغيب اطلع الغيب طاء തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. ഖവിയായ ഹർഫാണ്. ശിദ്ദത്ത് പല ഖുവത്തിൻ്റെ സിഫാത്തുകളും അതിലുണ്ട്. ഐന് വ്യക്തമായി ഉച്ചരിക്കണം. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണെന്ന് സൂചിപ്പിച്ചു. എന്നാൽ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. അൽ ഗൈബ എന്ന് പറയുമ്പോൾ ഗൈനിന് തഫ്ഖീമുണ്ട്. ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു. ഖായിന് തഫ്ഖീം കൊടുക്കുക. ഖായിന് മാത്രം. അമിത്തഖദ ഇൻദ الرحمن عهدا اطلع الغيب أم اتخذ عند എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ദാലിന് മുമ്പിലാണ്. عند الرحمن റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. عند الرحمن عهدا عهدا റഹ്മാൻ അഹ്ദ ഇതിലൊക്കെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. ഹ ഹ ഇതൊക്കെ കൃത്യമായി അതായത് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. ഹംസിൻ്റെ അക്ഷരങ്ങളുമാണ് ഹഉം ഹഉം ഒക്കെ മഹ്മൂസായ ഹർഫുകളാണ്. ഇൻദ റഹ്മാനി അഹ്ദ റഹ്മാൻ എന്നതിൽ റായിനെ തഫ്ഖീം ചെയ്യണം എന്ന് പറഞ്ഞു. റായിന് തക്രീർ വരാതെ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. ഇതിന് ശബ്ദുള്ളത് കൊണ്ട് അർ എന്ന് വിറപ്പിക്കരുത്. അർ റഹ്മാൻ ഒറ്റ റാ മാത്രം ഉച്ചരിക്കുക. കല്ല കല്ല സനക്തുബു മാ യഖൂലു സനക്തുബു മാ യഖൂലു വനമുദ്ദു ലഹു മാ യഖൂലു യഖൂലുവിൽ ഖാഫിന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. وَنَمُدُّ لَهُ مِنَ الْعَذَابِ مَدًّا സനക്തുബു എന്ന് പറയുമ്പോൾ സനക്ക് എന്ന ശബ്ദത്തിൻ്റെ ചലനം കാഫിൽ ഉണ്ടാവില്ല. എന്നാൽ സനക്തുബു എന്ന് കാഫ് തീരെ കേൾക്കാതെ അത് ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കാനും പറ്റുകയില്ല. സനക്തുബു ഷിദ്ദത്തും ഹംസും എല്ലാം ഒരുമിച്ച് കൂടിയ അക്ഷരമാണ് കാഫ്. سنكتب ما يقول ونمد له എന്നതിലെ ഹൗ ളമീറിന് മദ്ദുസിലത്തി സുഗ്റ എന്ന ദീർഘമാണ്. വഖഫ് ചെയ്യുമ്പോൾ അതിന് ആ ഹായിന് സുക്കൂൻ കൊടുക്കണം എന്നത് ശ്രദ്ധിക്കുക. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ അദാബ് ഐന് ദാൽ ഇതൊക്കെ കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. തർക്കീഖാണ് എല്ലാറ്റിനും. وَنَرِثُهُ مَا يَقُولُ وَيَأْتِينَا فَرْدًا وَنَرِثُهُ റാഇന് തർക്കീഖാണ് കസ്റായതുകൊണ്ട്. വനരീസു സാഇൻ്റെ മഖ്റജ് പ്രത്യേകം പറയേണ്ടതില്ല. നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ്. വനരീസുഹു ഹാഇന് മദ്ദുസിലത്ത് സുഗ്റ നൽകണം. 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം. വനരീസുഹു മാ യഖൂലു സൂചിപ്പിക്കുകയുണ്ടായി. ഹാ ളമീറിന് മദ്ദുസിലത്ത് സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമാണ് നൽകുക. വഖഫ് ചെയ്യുമ്പോൾ വനരീസു എന്ന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നതാണ്. വനരീസുഹു മാ യഖൂലു ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. വയഅ്തീന ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വയഅ്തീന എന്ന് പറയും പലരും തെറ്റായിട്ട് അങ്ങനെ പറയരുത്. വയഅ്തീന ഫർദ റാഇന് മാത്രമാണ് ഇതിൽ തഫ്ഖീമുള്ളത്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഫർദ എന്ന അന്ത്യത്തിൽ വഖഫ് ചെയ്യുമ്പോൾ
അലിഫിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമേ ഉണ്ടാവുകയുള്ളൂ, അതിൽ കൂടുതൽ നീട്ടരുത്. ഫർദ. ഇനി നമുക്ക് ഈ വചനങ്ങൾ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول ويأتينا فردا.